ഹലോ ഫ്രണ്ട്സ്, റേഷൻ അരി കൊണ്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല തരത്തിലുള്ള കംപ്ലൈൻറ്റുകളാണ് ഉണ്ടാവാറ്. ഇനി അത്തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റുകളും വരില്ല കേട്ടോ. ഇനി നിങ്ങൾ തലേ ദിവസത്തെ ചോറാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ ഇനി വെള്ളത്തിലിടാതെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു ചോറ് എങ്ങനെ കഴിക്കാൻ പറ്റും ആ രീതിയിൽ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് കണ്ണട വയ്ക്കുന്ന ഒരാൾക്ക് അറിയാനായിട്ട് പറ്റും. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ചൂട് തട്ടിയിട്ട് ഗ്ലാസ്സിൽ ഒരു നീരാവി പോലെ വന്ന് മൂടും. അത് നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്നതല്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ കുറച്ചൊരൽപ്പം മതി കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. പൗഡർ വെച്ച് തുടയ്ക്കുക, കാരണം ധൈര്യമായിട്ട് നമുക്ക് തുടയ്ക്കാവുന്നതാണ്. ഗ്ലാസ്സിൽ വരയോ മറ്റു കാര്യങ്ങളൊന്നും വീഴില്ല. അപ്പം ധൈര്യമായിട്ട് നന്നായിട്ട് ആ പൗഡർ വെച്ച് തുടയ്ക്കുക. ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് സമയത്തേക്ക് നമ്മളുടെ കണ്ണിൻ്റെ ചൂട് തട്ടിയിട്ട് ഈ ഗ്ലാസിൻ്റെ ആ കാഴ്ച മറക്കില്ലേ, ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണെന്ന് ഒരു പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. കണ്ണടയുടെ ഗ്ലാസ് മാത്രമല്ല, കണ്ണടയുടെ എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്താ നോക്കാം. നമ്മൾ ഒരുപാട് ഇതുപോലെ വെളുത്തുള്ളി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മുളകൾ ഓരോന്നായി പൊട്ടി വരും. അപ്പോൾ നമുക്ക് ആ വെളുത്തുള്ളിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റോട് കൂടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാങ്ങി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുള വരാതിരിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്സാട്ടോ. അപ്പോൾ ഒരുപാട് വാങ്ങി വയ്ക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കണം, എന്നാലേ അത് നിങ്ങൾക്ക് കൂടുതൽ ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. എന്താ വെച്ചാൽ സ്റ്റൗവ് ഞാനൊന്ന് കത്തിക്കുന്നുണ്ട്. ചെറിയ തീയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ വേര് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മുള വരാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഒരുപാട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. വെളുത്തുള്ളി ചൂടാവേ വെന്ത് പോകുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ദിവസം വെളുത്തുള്ളി ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് വെക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ലഞ്ച് ബാഗിലൊക്കെ വെക്കുമ്പോൾ ഒരല്പാൽപ്പം വെള്ളം വീണ് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറില്ലേ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ബോട്ടിൽ ഉപേക്ഷിക്കേണ്ട ആവശ്യം വരില്ല. അതിനായിട്ട് വേണ്ടത് നമുക്കൊരു ചെറിയൊരു റബ്ബർ ബാൻഡാണ് കേട്ടോ. നമ്മൾ സാധാരണ എടുക്കുന്ന ഒരുപാട് വലുതാവണ്ട, ഒറ്റ ചുറ്റിടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ റബ്ബർ ബാൻഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ക്ലോസ് ചെയ്യില്ലേ, മൂടി വെച്ച് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ലീക്ക് വരാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു പ്രശ്നം സോൾവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ലീക്കുള്ള ബോട്ടിലുകളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോട്ടിൽ ഒഴിവാക്കാതെ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തതെന്ന് നോക്കാം. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി കൊണ്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ കല്ല് കടിക്കും, ചിലപ്പോൾ വെന്ത് അങ്ങോട്ട് ഉടഞ്ഞു പോവും, അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവും. പിന്നെ ഈ ഒരു ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് നന്നാവില്ല, ചീത്തയായി പോയിട്ടുണ്ടാവും. അപ്പോൾ പഴയ ചോറാണെങ്കിലും തന്നെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് വെള്ളം ഒഴിക്കാണ്ടൊക്കെ നിങ്ങൾക്ക് പിറ്റേ ദിവസം നല്ല ഫ്രഷായിട്ട് ഒരു പുതിയ ചോറ് എങ്ങനെ കഴിക്കുന്ന ആ രീതിയിൽ കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറയുന്ന ഈ ഒരു സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്, നമ്മളെല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇത് അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ ചോറ് നിങ്ങൾക്കൊരു പുതിയ ചോറ് കഴിക്കുന്ന പോലെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് റേഷൻ്റെ അരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ അരി നമ്മൾ കഴുകുന്നത് മുതൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അരി കഴുകുന്ന മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോറ് നല്ല തൂവെള്ളയായിട്ടുണ്ടാവും, അതേപോടൊപ്പം നല്ല ടേസ്റ്റും ആയിട്ടുണ്ടാവും കേട്ടോ. സാധാരണ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വില കൂടിയ അരി കൊണ്ട് ചോറ് വെച്ചാലും എടുത്ത് വെച്ചിട്ടുള്ള അരിയോട് കൂടി നിങ്ങൾ നല്ലതുപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ചൂട് അനുഭവപ്പെടുന്ന രീതിയിലുള്ള ചൂട് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അരിയുടെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ വല്ല വണ്ടോ ഉറുമ്പോ ഊമിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് മുകളിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ
അടിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഈ വണ്ടുകളോ നെല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുകളിലേക്ക് വന്ന് നിൽക്കും, വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് നിൽക്കും. ഈ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഒന്ന് ചൂടാറിയെന്ന് തോന്നുകയാണെന്ന സമയത്ത് ആ വെള്ളം ഒഴിച്ച് കളയാം. നമുക്ക് പിന്നെ കൈ വെച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ആ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ട് പിന്നെ പുതിയ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പുതിയ വെള്ളം ഒഴിച്ചതിന് ശേഷം തന്നെ ഒന്ന് നോക്കൂ, കളറിന് നല്ലതുപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല കഞ്ഞിവെള്ളത്തിൻ്റെ കളർ മാറിയിട്ട് ആ വെള്ളം ഒന്ന് ഒരു അല്പം തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അരിയെല്ലാം ഇങ്ങനെ കഴുകിയെടുക്കാറുള്ളത് അതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇങ്ങനെ നമ്മൾ പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കൈ വെച്ച് കഴുകുന്ന സമയത്ത് അരി പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. പച്ചരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത് പൊട്ടുന്നതാണ്. ഈ ഒരു അരി ആവുന്ന അതുകൊണ്ട് തന്നെ അത് പൊട്ടില്ല, അരി പൊട്ടില്ല. നമ്മൾ ആദ്യം ഒഴിച്ച് കളഞ്ഞ വെള്ളത്തിൽ തന്നെ ഇതിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഒരു മങ്ങിയൊരു കളറുണ്ടല്ലോ, ആ കളറെല്ലാം പോയിട്ട് അരി നല്ലതുപോലെ വെള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അരിയുടെ ഒരു കളറ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ റേഷൻ അരിക്കുള്ളത്. എന്നാലും തന്നെ നമ്മളിത് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും അരി കഴുകിയെടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യം കഴുകിയാൽ മതിയാവും കേട്ടോ. വേണം. അപ്പോൾ ശരിക്കും കണ്ടോ, വെള്ളം നോക്കി നോക്കും, നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. 3 തവണ ഞാൻ കഴുകിയിട്ടുള്ളൂ, എന്നാൽ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം ക്ലിയർ ആവുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അരി നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. കണ്ടോ, നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്, അരി നല്ല വെള്ള കളറും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴുകിയെടുക്കുന്ന അരി കൊണ്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ വെള്ള നിറമായിരിക്കും കേട്ടോ നിങ്ങളുടെ ചോറിന്. നമ്മുടെ അരിയുടെ കളറൊക്കെ നല്ലതുപോലെ വെള്ളയായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സ്മെല്ലും പോയി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ അരി വെച്ചിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ കല്ല് കടിക്കാൻ ചാൻസ് കൂടുതലാണ്. റേഷൻ അരിയിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കല്ല് കടിക്കാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ട്രിക്കാണ് കേട്ടോ ഇനി പറയുന്നത്. ഇതുപോലെ 2 ചാവി എടുക്കുക. നമ്മുടെ മെറ്റലിൻ്റെ 2 ചാവി എടുക്കുന്നുണ്ട്. എന്നിട്ട് അരിയുടെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ മുകളിലുള്ള അരി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിടാം. ഇതുപോലെ നമുക്ക് അരി അരിക്കാൻ അറിയുന്നവരാണെന്ന് വെച്ചാൽ ഓക്കെ, അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ അരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അമ്മൂമ്മമാരൊക്കെ നമ്മൾ അരി അരിക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മളുടെ അരിയിൽ അല്ലെങ്കിൽ ചോറിൽ കല്ല് വരാറില്ല. അപ്പോൾ അത് ചെയ്യാൻ അറിയാത്തവർക്ക് കൂടി ചെയ്യാനുള്ളൊരു ട്രിക്കാണേ. അപ്പോൾ നമ്മൾ അരിയെല്ലാം മറ്റൊരു പാത്രത്തിൽ നീക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഇട്ടിട്ടുള്ള ഇതില്ലേ ചാവി, അതൊന്ന് പാത്രം ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തന്നെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഈ നമ്മളിതിലുള്ള കല്ലുകളുണ്ടെങ്കിൽ കല്ല് എന്തായാലും ഈ ഒരു ചാവീൻ്റെ കൂടെ തന്നെ നിൽക്കും. മുകളിലേക്ക് നമ്മുടെ അരിയുടെ കൂടെ വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ എവിടെയും കട്ട് ചെയ്തിട്ടില്ല, എന്നാൽ ഞാൻ സ്പീഡാക്കിയിട്ടല്ലോ കേട്ടോ. വീഡിയോ ലെങ്ത്തായി പോകണ്ടെന്ന് വെച്ച് സ്പീഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഇട്ടുള്ള ചാവീൻ്റെ കൂടെ ഈ കല്ലും കൂടെ നിൽക്കും. ഈ അരിയുടെ കൂടെ ഒരിക്കലും പോരില്ല. കാണാനായിട്ട് പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ, ചാവീൻ്റെ കൂടെ കല്ലുകൾ നിൽക്കുന്നത് കണ്ടോ. കല്ലുകൾ ഒരു 5-6 കല്ല് എനിക്കിപ്പോൾ ഈ അരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ഈ മെറ്റലിൻ്റെ ഇതുള്ളത് കാരണമാണ് കല്ല് ഈ അരിയുടെ കൂടെ അതിലേക്ക് വീഴാത്തത്. അപ്പോൾ അത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ നിങ്ങൾക്ക്. അരി അരിക്കാനോ, ഇനി അരി എന്നല്ല, പരിപ്പ്, കടല, ചെറുപയർ, അതേപോലെ തന്നെ ഇതില്ലേ മുതിരയൊക്കെ വാങ്ങുന്ന സമയത്ത് മുതിരയിലേക്ക് അത്ര അധികം കല്ലുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇതാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെള്ളം നല്ലതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ കഴുകിയെടുത്തുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ആദ്യം ഇട്ട അരി ചിലപ്പോൾ ആ ചൂടുള്ള വെള്ളത്തിൽ താഴത്ത് അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞുതരാം. ചോറ് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് വേവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെമ്പിൻ്റെ മുകളിൽ നിന്നും താഴ്ത്തുനിന്ന് ഒരേപോലെ ചൂട് തട്ടുമ്പോൾ ചോറ് പെട്ടെന്ന് വേവുന്നതാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിനീഗർ, നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന അതേ വിനീഗർ തന്നെയാണ് നമ്മളൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇത് ഒഴിച്ചു എന്ന് വെച്ചിട്ട് വിനീഗറിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു പുളിപ്പ് രസമോ അങ്ങനെയൊന്നും വരില്ല. നമ്മൾ ചോറ് ഏതാനും വെന്ത് വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏതാനും ചോറ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ചോറ് ഒന്നിനൊന്നും ഒട്ടാതെ നല്ല എന്താ പറയുക മുത്തുമണി പോലെ നമുക്ക് കിട്ടും കേട്ടോ ഈ ചോറ്. നിങ്ങൾ ചോറ് വേവിക്കുന്ന സമയത്ത് ചോറ് ഇങ്ങനെ അറിയാതെ എങ്ങാനും കൂടുതൽ വെന്ത് പോയാൽ
ഇപ്പോൾ നമ്മൾ ചോറ് വേവിക്കുന്നതിന് മുന്നേ അല്പം വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ടു പോകുന്ന സമയത്ത് ചോറിൻ്റെ വേവ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഐസ് വാട്ടർ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ നോർമലായിട്ട് ചൂടുവെള്ളം എടുക്കരുത്, നന്നായിട്ട് തണുപ്പുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് ഐസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഐസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോറ് എങ്ങനെയാണോ വാർക്കാറുള്ളത് ആ രീതിയിൽ നമുക്ക് വാർത്തെടുക്കാം. നിങ്ങളുടെ ചോറ് വേവ് കൂടിയിട്ടില്ലെങ്കിലും ദിവസവും നിങ്ങൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ചോറ് വാർത്ത് നോക്കൂ. ചോറ് എത്ര തന്നെയാണെങ്കിലും കേടാവുകയില്ല. അപ്പോൾ എന്നിട്ട് നമുക്കിത് വാർത്തെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വാർത്താൽ മതി. നിങ്ങൾ വാർക്കുകയാണോ, ഇനി ചില ആളുകൾ എന്താ ഊറ്റി വയ്ക്കാറൊക്കെ ഉണ്ട്. എങ്ങനെയാണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ റേഷൻ അരിയോട് ചോറ് വെച്ച് നോക്കൂ. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ചോറാന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഇതിന് തലേ ദിവസം ഇതുപോലെ ചോറ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോറിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് വെച്ച ചോറാണ്. അത് ഇതേപോലെ ടിഫിൻ ബോക്സിലാക്കി വെച്ചതായിരുന്നു. രാത്രി ഞാൻ ടിഫിൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസത്തെ ചോറ് തിളപ്പിച്ച് വാർത്ത ചോറിൻ്റെ അതേ ഒരു ടേസ്റ്റാവും വരിക. അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഒരു പുതിയ ചോറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് ഈ ചോറിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ഹോളിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലതുപോലെ ചൂടായി ആവി വന്നതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചോറിനെ ഒന്ന് ഇതുപോലെ അടച്ച് വെക്കുകയും കൂടി ചെയ്യാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചോറ് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചൂടാക്കി എടുക്കുന്ന ചോറാണ് കേട്ടോ. നമുക്കൊരു പുതിയ ചോറ് എങ്ങനെ കഴിക്കാൻ പറ്റും അതേ ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റും. പഴയൊരു ചോറ് ആണെന്ന് നമുക്ക് ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ചോറിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇനി ചോറ് ബാക്കി വന്നാൽ ഇതുപോലെ ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ചോറ് കഴിക്കുന്ന അതേ ഫീലോട് കൂടി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.